എല്ലാവർക്കും റൂട്ടസ് സെറികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒക്ടോബർ മാസം നമുക്ക് നമ്മുടെ ഏലം കൃഷിയെ എങ്ങനെ പരിപാലിക്കാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്ക് പൊതുവായിട്ട് വരുന്ന കുറച്ച് സംശയങ്ങളും അതുപോലെ തന്നെ കുറച്ച് ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യത്തെ ഒരു സംശയമാണ്, വാലഡാമൈസിനിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? അപ്പം പൊതുവായിട്ടുള്ളൊരു സംശയമാണ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്തിനാണ് ഈ വാലഡാമൈസിൻ അല്ലെങ്കിൽ ടാക്മൈസിൻ പോലുള്ള മരുന്നുകൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മിക്കവാറും കർഷകർ നമ്മൾ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വാലഡാമൈസിൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെടിക്ക് ബാക്ടീരിയ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വാലഡാമൈസിൻ അല്ലെങ്കിൽ ടാക്മൈസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് കൂടിയ സമയത്ത് നമ്മുടെ ഈ സാധാരണയായിട്ടുള്ള ചൊറി വരുന്ന കൂടെ തന്നെ നമുക്ക് ഈ ബാക്ടീരിയൽ ക്യാങ്കർ എന്നും പറഞ്ഞ് നമ്മുടെ ചെടികളിൽ അല്ലെങ്കിൽ നമ്മുടെ കായയിൽ വട്ടച്ചൊറി മാതിരി നല്ല രീതിയിൽ ഫുള്ളായിട്ട് ചൊറി വരുന്ന പോലെ നമ്മുടെ ചെടികളിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ സമയത്ത് ടാക്മൈസിൻ എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മുടെ മഴക്കാലത്തേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം ബാക്ടീരിയൽ വിൽറ്റ് കാരണം നമ്മുടെ അരിമ്പുകളൊന്നും പ്രോപ്പറായിട്ട് ഓപ്പൺ അപ്പ് ആവാതെ നമുക്ക് സിറ്റിങ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞ് അതുപോലെ തന്നെ ഉണ്ടാകുന്ന കായലും ഭയങ്കരമായിട്ട് ചൊറി വരുന്ന ഒരു പ്രശ്നമൊക്കെ നമ്മുടെ ചെടികളിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ കാരണമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനത്തെ ബാക്ടീരിയൽ രോഗങ്ങൾക്ക് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന കീടനാശിനികൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കൺട്രോൾ ആവത്തില്ല. അപ്പോൾ ഇത് കൺട്രോൾ ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബാക്ടീരിയ മൈസിൻസ്, ഈ നമ്മൾ ടാക്മൈസിൻ അല്ലെങ്കിൽ വാലഡാമൈസിൻ പോലുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മഴ സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ചെടികളിലൊക്കെ നല്ല രീതിയിലുള്ള അഴുകൽ കാണപ്പെടുന്നുണ്ടായിരുന്നു. റൈസെക്ടോണിയ, അതേപോലെ തന്നെ ഫൈറ്റോപ്തോറ അല്ലെങ്കിൽ പിത്തിയം, തട്ടമറിച്ചിൽ, അപ്പോൾ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഭയങ്കര കൂടിയപ്പോഴത്തേക്ക് നമ്മൾ അതിനും വാലഡാമൈസിൻ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തിനാണ് നമ്മൾ ആ ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ വാലഡാമൈസിൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാലഡാമൈസിൻ എന്ന് പറയുന്നത് നല്ലൊരു ഫംഗിസൈഡും കൂടെയാണ്, ഒരു ബയോളജിക്കൽ ഫംഗിസൈഡുമാണ്, അതുപോലെ തന്നെ ബാക്ടീരിയസൈഡും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ മാർക്കറ്റിൽ ഒരു ബാക്ടീരിയസൈഡായിട്ടാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൈനയിലൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്രകാരം അത് പറയുന്നത് നമ്മൾ അവിടെയൊക്കെ കാർബൺ ഡയോക്സൈഡിന് പകരം അവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വാലഡാമൈസിനാണ്. നല്ലൊരു സിസ്റ്റമാറ്റിക് ഫംഗിസൈഡും കൂടിയാണ് നമ്മുടെ വാലഡാമൈസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ അഴുകൽ വന്ന തോട്ടങ്ങളിലൊക്കെ സിഒസിയുടെ കൂടെ തന്നെ നമ്മൾ വാലഡാമൈസിനും മിക്സ് ചെയ്ത് വിടും. നമുക്ക് നല്ല കൺട്രോൾ കിട്ടും വാലഡാമൈസിൻ വിടുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമുക്ക് അഴുകൽ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിത്തിയം, ഫൈറ്റോപ്തോറ, റൈസെക്ടോണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാലഡാമൈസിൻ കൊടുത്തത് കൊണ്ട് മാത്രം നമുക്ക് കൺട്രോൾ ആവത്തില്ല. കാരണം ഈ വാലഡാമൈസിൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഫംഗിസൈഡല്ല. ഫംഗിസൈഡ് ആണെങ്കിൽ പോലും ഇത് നമ്മുടെ ഈ കുമിൾ രോഗങ്ങളെ ഡയറക്റ്റായിട്ട് ഡിസ്ട്രോയ് ചെയ്യത്തില്ല. ഈ നമ്മുടെ ഈ പിത്യം ഉണ്ടാക്കുന്ന ഫംഗലുകളിൽ ഒന്നും ഡയറക്റ്റ് എടുത്ത് കൊന്നു കളയത്തില്ല. അതിന് പകരം ഈ പുതിയതായിട്ടുള്ള ഫോർമേഷൻസ് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളതിൻ്റെ അതിൻ്റെ ഒരു ശക്തി കുറയ്ക്കാനും വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് വാലഡാമൈസിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു സംശയമാണ്, ബാക്ടീരിയ, സ്യൂഡോമോണാസ്, ബാസിലസ് സബ്റ്റിലിസ്, വാം, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൊടുക്കാവോ എന്നുള്ള സംശയം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് നമ്മളിതൊക്കെ കൊടുക്കുന്നത്? നമ്മൾ മെയിനായിട്ട് ബാക്ടീരിയനെ ഒരു ഡീകമ്പോസ്റ്ററായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ചെടികളിലൊക്കെ, നമ്മുടെ തോട്ടങ്ങളിൽ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ ഒരു കമ്പോസ്റ്റാക്കി മാറ്റാൻ വേണ്ടിയൊക്കെയാണ്, മിച്ചമുള്ള കിഴങ്ങും അതേപോലെ തന്നെ കരിയിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമ്പോസ്റ്റാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ബാക്ടീരിയ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ടീരിയയിൽ അടങ്ങിയിരിക്കുന്ന നല്ല സൂക്ഷ്മജീവികളൊക്കെ നമ്മുടെ മണ്ണിൻ്റെ മൊത്തത്തിലുള്ളൊരു ആരോഗ്യത്തെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ വേണ്ടാത്ത കുറച്ച് ഫംഗലുകളെയൊക്കെ തുരത്താനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ മൊത്തത്തിലുള്ളൊരു ഘടനയെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാക്ടീരിയ നമുക്ക് വളരെ ഗുണകരമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ സ്യൂഡോമോണാസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് സ്യൂഡോമോണാസ് നമ്മൾ ശരിക്കും എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്യൂസേരിയം രോഗം ഉണ്ടാക്കുന്ന കുമിൾ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. സ്യൂഡോമോണാസ് മണ്ണിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ ഈ ഫ്യൂസേരിയം രോഗം ഉണ്ടാക്കുന്ന കുമിൾ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കും. അതുപോലെ തന്നെ മണ്ണിലുണ്ടെങ്കിൽ നമ്മുടെ വേരുകൾക്ക് പ്രത്യേകിച്ച് വേറെ ഡാമേജുകളൊന്നും ഇല്ലാതെ, ഫംഗൽ അറ്റാക്കുകളൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ള വേരുകൾ നമ്മുടെ ചെടിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബാക്ടീരിയയുടെ കൂടെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം ബാക്ടീരിയ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അവന്മാർ നമ്മുടെ ഈ സ്യൂഡോമോണാസ് പോലെയുള്ള ബാക്ടീരിയകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തി കളയും. അതുപോലെ നമ്മളിത് ഭയങ്കര സയൻറ്റിഫിക്കായിട്ട് നമ്മളിതിനെ പോവുകയാണെങ്കിൽ ബാക്ടീരിയയൊക്കെ ഒരു അസിഡിക് മീഡിയത്തിലാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്യൂഡോമോണാസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും അൽക്കലൈൻ മീഡിയം അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു മീഡിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മണ്ണിൽ അസിഡിക് നേച്ചർ ആണെങ്കിൽ ബാക്ടീരിയ യൂഷ്വലി കൊടുക്കുമ്പോഴത്തേക്ക് ബാക്ടീരിയ ഒരു അസിഡിക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി കാണിക്കും.
അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്യൂഡോമോണാസിന് അതിനെ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്ടീരിയൽ കൗണ്ട് ഭയങ്കരമായിട്ട് കുറയും. അതുപോലെ നമ്മൾ സ്യൂഡോമോണാസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമായിരുന്നു ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്ന സ്പീഷീസ് നമുക്ക് ഇതിനോട് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. ഈ ബാസിലസ് സബ്റ്റിലിസ് ശരിക്കും പറഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയമാണ്. അപ്പം ഇത് നമുക്കൊരിക്കലും ബാക്ടീരിയയോട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ബാക്ടീരിയ ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പോൾ ഈ ബാസിലസ് സബ്റ്റിലിസിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള ഫംഗൽ രോഗങ്ങൾ, നമ്മുടെ ഈ റൈസക്ടോണിയ പോലെയുള്ള അല്ലെങ്കിൽ അഴുകൽ രോഗങ്ങളും ആ രോഗങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ് നമ്മുടെ ഈ ബാസിലസ് സ്പീഷീസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവന്മാർ ശരിക്കും വർക്ക് ചെയ്യുന്നത് ഈ ഫംഗൽ രോഗങ്ങൾക്കൊക്കെ മണ്ണിലുള്ള ന്യൂട്രിയൻസിനെ വലിച്ചെടുത്ത് അതിൻ്റെ ഈ ഫംഗലുകളുടെ ഗ്രോത്ത് നടക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാസിലസ് സബ്റ്റിലിസ് ഈ ഫംഗലുകൾക്ക് വേണ്ട ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാത്ത രീതിയിൽ ആക്കിയിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യും, അല്ല അതിനെ നശിപ്പിക്കുന്നതാണ് മണ്ണിൽ നിന്ന്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇൻഡ്യൂസ്ഡ് സിസ്റ്റമിക് റെസിസ്റ്റൻസ് ആണ് പറയുന്നത്, ISR എന്ന് നമ്മളതിനെ പറയും. അപ്പം ഒരു ഡിഫൻസ് മെക്കാനിസമാണ് നമ്മുടെ ചെടികളിൽ അല്ല നമ്മുടെ വേരുകളിൽ ഒരു പ്രതിരോധശേഷി പരമാവധി വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫംഗലുകൾക്കൊന്നും പെട്ടെന്ന് നമ്മുടെ വേരുകളിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ചെടീനെ നിർത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഈ വെസിക്കുലർ അർബസ്കുലർ മൈക്രോസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഫംഗലുകളെ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ശരിക്കും ഈ വാമിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള വളങ്ങൾ അതുപോലെ തന്നെ ഫോസ്ഫറസിനെ മെയിനായിട്ട് നമ്മുടെ വേരുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലിങ്കേജാണ് ശരിക്കും വാമെന്ന് പറയുന്നത്. അപ്പം അതിലും നല്ല കൗണ്ട് ഉണ്ടെങ്കിൽ പോലും ബാക്ടീരിയ കുറച്ചുകൂടി പവർഫുൾ ആയതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ സപ്രസ് ചെയ്യും. ഇതിനെ ഒന്ന് അടിച്ചമർത്തി നമുക്ക് അതിൻ്റെ ഒരു പരമാവധി ഗുണങ്ങൾ ഇല്ലാതാക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ മണ്ണിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്ടീരിയനൊക്കെ കൊടുത്ത് ഒന്ന് കമ്പോസ്റ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ പുറകെ നമ്മൾ ബാക്കിയുള്ള സൂക്ഷ്മജീവികളെ നമ്മൾ മണ്ണിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ അടുത്തൊരു സംശയമാണ് നമ്മുടെ സിങ്ക്, ബോറോൺ, മഗ്നീഷ്യം ഇവയെല്ലാം സെപ്പറേറ്റ് മേടിക്കുകയാണെങ്കിൽ 200 ലിറ്ററിന് എത്ര ഗ്രാം കൊടുക്കണമെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് തനിത്തനെ മേടിക്കുകയാണെങ്കിൽ ചീലേഷൻ ടെക്നോളജി ഉള്ള ന്യൂട്രിയൻസ് മേടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് നമുക്കിങ്ങനെ അവൈലബിൾ ആണ്. പരമാവധി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, ക്വാളിറ്റി കുറയാതെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ സ്പ്രേയിങ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചീലേഷൻ ഉള്ളതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂഡ് മറ്റുള്ള ന്യൂട്രിയൻസൊക്കെ ആയിട്ട് ചേരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചെറിയ ചേർച്ചക്കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചീലേഷൻ കൊടുക്കുകയാണെങ്കിൽ, മാത്രമല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾ അബ്സോർബ് ചെയ്യാനും വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ന്യൂട്രിയൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഡോസേജ് വരുന്നത് ഈ 100 ഗ്രാം വെച്ച് 200 ലിറ്ററിന് കൊടുത്താൽ മതി. അപ്പോൾ അടുത്തൊരു സംശയമാണ് വേലമ്പ്രയം അല്ലെങ്കിൽ വനിവ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കാൽസ്യം കൂടി ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ, റിസൾട്ട് കുറയുമോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ കാൽസ്യം ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു വേരിന് പ്രശ്നമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വേലമ്പ്രയം പോലത്തെ മരുന്നുകൾ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നിമിറ്റോട് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വേരുകൾ അത്യാവശ്യം പോകും. അപ്പോൾ മണ്ണിൽ കാൽസ്യം കുറവാണെങ്കിൽ നമുക്ക് വേരുകൾ പ്രോപ്പറായിട്ടുണ്ടാവത്തില്ല. അപ്പോൾ കാൽസ്യം കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ വേരുകൾ അടിക്കാനും വേരിൻ്റെ റൂട്ട് എലോങ്ങേഷൻ എന്നാണ് നമ്മൾ ശരിക്കും കാൽസ്യത്തിൻ്റെ യൂസ് പറയുന്നത്. നല്ലപോലെ വേരുകൾ ഇനിഷ്യേറ്റ് ആകാൻ വേണ്ടി നമുക്ക് കാൽസ്യം നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ചെടികളിൽ ചിലപ്പോൾ ഈ നെമറ്റോഡിന് മാത്രമല്ല അല്ലാതെ തന്നെ കാൽസ്യം കുറവാണെങ്കിലും ഇലകൾക്കൊരു ചുരുളിച്ചൊക്കെ കാണും, കുറുനാമ്പ് പോലെ ഇലകൾ കാണിക്കും കാൽസ്യം കുറവാണെങ്കിൽ. അപ്പം അതും കൂടെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ കാൽസ്യം കൊടുക്കുന്നത്. അപ്പോൾ ചീലായിട്ടിട്ട് കാൽസ്യം കൊടുത്താൽ മതി. ഡോസ് വരുന്നത് നമുക്കൊരു 100 ഗ്രാം ഒരു ഡ്രമ്മിന് ചേർത്ത് നമുക്ക് കൊടുത്താൽ മതി. പിന്നൊരു സംശയമാണ് നമുക്ക് ഫാക്ടംബോസ്, പൊട്ടാഷ്, മൈക്രോ ഫുഡ് ഇതൊക്കെ ഇതിൻ്റെ എല്ലുപൊടി ഇതിൻ്റെയൊക്കെ അളവ് എത്ര എന്നുള്ളത്. ഫാക്ടംബോസ് ഒരു 150 തൊട്ട് 200 ഗ്രാം വരെ ചേർത്താൽ മതി. അതുപോലെ പൊട്ടാഷ് ഒരു 50 ഗ്രാം, മൈക്രോ ഫുഡ് ഒരു 50 ഗ്രാം, എല്ലുപൊടി ഒരു 150 ഗ്രാം. ഒരു ചെടിക്ക് എന്നുള്ള കണക്കിലാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരു ചെടിക്കുള്ള കണക്കിൽ നമുക്ക് ചേർത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി നമുക്ക്. അപ്പം ലാസ്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മുടെ IPL ഡീകമ്പോസർ, സൈറ്റോണിക് എം, വാം ഇതിന് ഡിഫറൻസ് പറയാമോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഒറ്റ വീഡിയോയിൽ തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ അടുത്തൊരു വീഡിയോ ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ അമർത്തി വെച്ചേക്കുക, കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.